ഹായ്, വെൽക്കം ടു ലിഷോറ. ഇന്നത്തെ വീഡിയോ സ്ട്രോബെറിയെക്കുറിച്ചുള്ളതാണ്. നമ്മളിൽ മിക്കവരും തന്നെ ഷോപ്പിൽ കാണുന്ന പ്ലാസ്റ്റിക് ബോക്സിലിരിക്കുന്ന ബ്രൈറ്റ് റെഡ് സ്ട്രോബെറി അല്ലേ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇൻ ദിസ് വീഡിയോ ഐ വാണ്ടഡ് ടു ഷോ യു ദ ട്രൂ മാജിക് ഓഫ് നേച്ചർ ത്രൂ ഹോം ഗ്രോൺ സ്ട്രോബെറി. വാച്ച് ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ആസ് ദ ബെറി shifts from green to red. Then the most satisfying harvest and tasting. Yummy and super. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ വീഡിയോയിൽ? അതിൻ്റെ തൈ ഞങ്ങൾ നിലത്തായിരുന്നു വച്ചിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതെടുത്ത് എൻ്റെ ഹസ്ബൻഡ് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി ബാക്ക്യാർഡ് ഗാർഡനിൽ സ്റ്റാൻഡിൽ വച്ചിരിക്കുകയാണ്. കാരണം വെള്ളം ഒഴിക്കുമ്പം ചെടിയൊന്നും വീഴാതിരിക്കാനും പൊടിയൊന്നും വരാതിരിക്കാനും പിന്നെ ഇവിടെ സ്നെയിലിൻ്റെ ഉപദ്രവമുണ്ട്, അത് കിട്ടാതിരിക്കാനും വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഗ്രീൻ സ്ട്രോബെറി പതുക്കെ റെഡായി തുടങ്ങിയെല്ലാം. എന്ത് ഭംഗിയല്ലേ കാണാൻ. കണ്ടാൽ തന്നെ കടിച്ച് തിന്നാൻ തോന്നും അല്ലേ. പിന്നെ ബെറി ട്രാൻസ്ഫോം ചെയ്തത് കണ്ടായിരുന്നല്ലോ അല്ലേ. കണ്ടോ, ഗ്രീനിൽ നിന്ന് നല്ലൊരു പിങ്ക് കളറിലേക്ക് വരും. പിന്നെ ഇത് നല്ല ബ്രൈറ്റ് റെഡ് കളറാവും. അത് ഇതിൽ തന്നെ കടന്ന് ഈ റെഡ് കളർ ആവണം, എന്നാലാണ് അതിന് നല്ല സ്വീറ്റും ടേസ്റ്റും ഉണ്ടാവുക. ഈ ബെറീസ് നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഷോപ്പിൽ പോയി മേടിക്കണമെന്നില്ല. ഷോപ്പിൽ കിട്ടുന്നതിനേക്കാളും സൂപ്പർ ടേസ്റ്റിയാണ്. ബിലീവ് മീ, നിങ്ങൾ ട്രൈ ചെയ്തോളൂ, നിങ്ങൾക്കിഷ്ടപ്പെടും. അത്രയ്ക്കും ടേസ്റ്റാണ് അതിന്. അത് ഞാൻ പറഞ്ഞ മാതിരി ചെടിയിൽ തന്നെ കടന്ന് വലുതായി നല്ല റൈപ്പൻ ആയതിനു ശേഷമേ എടുക്കാവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഗാർഡനിൽ പോയി കുറച്ച് സ്ട്രോബെറി പിക്ക് ചെയ്യാം. ഇത് അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ. 3-4 ആഴ്ച കൊണ്ടൊക്കെ സ്ട്രോബെറി ഫുള്ളി റൈപ്പനാകും, നമുക്ക് പറിക്കാറാവും. ഇതിൽ പകുതിയും ഞങ്ങൾ ആയി വന്നപ്പോൾ തന്നെ പറിച്ച് കഴിച്ചു. ഇനി കുറച്ചേ ഉള്ളൂ. ഇനി ഇത് പറിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. സ്ട്രോബെറി ജാം ഉണ്ടാക്കാം, നമുക്ക് പിന്നെ സ്മൂത്തീസ് ചെയ്യാം, പിന്നെ നമുക്ക് സാലഡ് ഉണ്ടാക്കാം, ഫ്രൂട്ട് സാലഡ്സൊക്കെ ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കാം. ഒത്തിരി നല്ല വിറ്റമിൻസും ഗുണങ്ങളും ഉള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. നമ്മൾക്ക് നമ്മുടെ ഹോം ഗ്രോൺ സ്ട്രോബെറിയും ഫ്രൂട്ട്സും ഒക്കെ പറിച്ച് കഴിക്കുമ്പം അതിലുണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം. ഓക്കെ. ഇതിൻ്റെ കളറും ഭംഗിയും ഒക്കെ കാണുമ്പം എത്ര പേർക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. എനിക്ക് തന്നെ വരുന്നുണ്ട്. സോ ട്രൈ അറ്റ് ഹോം. ഓക്കെ. Thank you for watching.